ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയെ നേരിടാനുള്ള ബ്രസീൽ ടീമിൽ നെയ്മാർ ജൂനിയർ ഉണ്ടാകില്ല. പരിക്കേറ്റ താരത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകാൻ അനിൽ വാസു റെഡി. അനിൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ കളികളാണല്ലേ ഈ നാട്ടിൽ നടക്കുന്നത്, പറയൂ. അതെ 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 ചാണ്ടി ഉമ്മൻ അടക്കം ലഹരിക്കെതിരെ ഇറങ്ങി പോരാടുകയല്ലേ. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ലഹരി അടിച്ചു പുറത്താക്കട്ടെ. നമുക്കൊന്നും പൊളിക്കണമല്ലേ കേട്ടോ. തീർച്ചയായും അതിൻ്റെ ഒരു ദൃക്സാക്ഷി കൊടുക്കാൻ അനിൽ വേണം. തീർച്ചയായിട്ടും. അപ്പോൾ സാർ, ഏറ്റവും വലിയ പ്രതീക്ഷയോടെ കായിക ലോകം അല്ലെങ്കിൽ ബ്രസീൽ ടീം ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണ് ദീർഘനാളത്തിന് ശേഷം നെയ്മാർ ജൂനിയർ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്ന എന്നുള്ളത്. 17 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ദേശീയ ടീമിലേക്ക് വിളിച്ചത്. അപ്പോൾ ബ്രസീൽ ആരാധകരും ഒപ്പം തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫുട്ബോൾ ആരാധകരും ആഗ്രഹിച്ചിരുന്നത് കാനറികളുടെ കുപ്പായത്തിൽ അദ്ദേഹം വീണ്ടും കളിക്കുന്നത് കാണാനുള്ള വലിയ ആഗ്രഹത്തിലായിരുന്നു. പക്ഷേ ആ ആഗ്രഹത്തിന് ഇനിയും കുറച്ചു നാൾ കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ്. വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ടീമിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞിടെ സാന്റോസിൻ്റെ താരമായി അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. അതോടുകൂടി ഈ 2 മത്സരങ്ങൾ കൂടി നഷ്ടമാകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഇപ്പോൾ കോച്ച് ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം റയൽ മാഡ്രിഡ് താരം എൻട്രിക്കിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാന്റോസിൻ്റെ മത്സരത്തിനിടെയാണ് അദ്ദേഹത്തിന് വീണ്ടും പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ റിസ്ക് എടുക്കാനില്ല. അല്ലെങ്കിൽ വരുന്ന മത്സരങ്ങളിലേക്ക് കൂടി അദ്ദേഹത്തെ സജ്ജനാക്കേണ്ടതുണ്ട്. വലിയ തിടുക്കപ്പെട്ട് കൂടുതൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ളതാണ് ഡോറിവാൾ ജൂനിയർ ബ്രസീൽ ടീമിൻ്റെ പരിശീലകൻ പറയുന്നത്. എന്തായാലും നെയ്മർ വരാത്തതിൽ ദുഃഖമുണ്ട്. പ്രത്യേകിച്ച് അർജന്റീനയ്ക്കെതിരെയൊക്കെ തന്നെയാണ് മത്സരം. 21-ന് കൊളംബിയക്കെതിരെയും 26-ന് അർജന്റീനയ്ക്കെതിരെയുമാണ് മത്സരത്തിന്. അർജന്റീനയെ പോലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ ലാറ്റിൻ അമേരിക്കൻ മേഖലയിലും ഒന്നാമത് നിൽക്കുന്ന ഒരു ടീമിനെതിരെ പോരാടുമ്പോൾ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്രസീൽ ടീമിന് വലിയ ആശ്വാസമാണ്. സമീപകാലത്ത് അർജന്റീനയ്ക്കെതിരെ ബ്രസീലിന് വലിയ റെക്കോർഡൊന്നുമില്ലെങ്കിൽ പോലും എങ്കിലും നെയ്മർ തിരിച്ചെത്തുന്ന വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ നെയ്മർ വരാത്തത് എന്തായാലും മത്സരത്തിൻ്റെ ഒരു കളർ ബ്രസീലിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ശക്തി കുറയുമെന്ന് ഉറപ്പാണ്. എന്തായാലും അങ്ങനെ നെയ്മർ പൂർണ്ണസജ്ജനായി തിരിച്ചു വരട്ടെ എന്നാണ്. എന്തായാലും ഈ മത്സരങ്ങൾക്കില്ലെങ്കിൽ പോലും പൂർണ്ണസജ്ജനായി തിരിച്ചു വരട്ടെ എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുടെ ആഗ്രഹവും പ്രതീക്ഷയും. SK. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.